ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2022 പുറത്തിറങ്ങിയ റൈസിംഗ് ബോവാസിനെ ഗേൾ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു ചൈനീസ് ഫാന്റസി ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മൂവിയുടെ തുടക്കത്തിൽ ഒരു നിർമ്മാണ സൈറ്റാണ് കാണിക്കുന്നത്. അതിന് വെളിയിൽ ഒരാൾ ആരെയോ ഇങ്ങനെ കാത്തു നിൽപ്പുണ്ട്. അതുമല്ല, അതിന് വെളിയിലായിട്ട് ഒരു ബോർഡും വെച്ചിട്ടുണ്ട്, ഇതിനകത്തേക്ക് ആരും കയറരുതെന്ന്. കുറച്ച് കഴിയുമ്പോൾ തന്നെ അവിടേക്ക് കുറച്ച് വണ്ടികൾ ഇങ്ങനെ വരികയാണ്. അതിൽ നിന്ന് ഒരുപാട് പണക്കാരും വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവിടെ കാവലിൽ നിന്ന് ആവർത്തനുണ്ടല്ലോ, പെട്ടെന്ന് വരുമിടം അകത്തേക്ക് വാന്നെല്ലാം പറഞ്ഞ് ഇവരെ എല്ലാവരെയും അതിനകത്തേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ആ ഒരു നിരോധിക്കപ്പെട്ട സ്ഥലത്തേക്ക് അവരെ എല്ലാവരെയും കൊണ്ടുപോകുമ്പോൾ അയാൾ പറയുന്നുണ്ട്, മേഡം, കഴിഞ്ഞ തവണ നമുക്ക് ആവശ്യമായിട്ടുള്ള പാമ്പുകളൊന്നും കിട്ടിയിരുന്നില്ല, ഇത്തവണ എന്തായാലും ആവശ്യം പോലെ കിട്ടിയിട്ടുണ്ട്, ബാ കാണിച്ചു തരാമെന്നെല്ലാം പറഞ്ഞിട്ട് അകത്തേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കാണ് അവിടെ ഒരുപാട് പല ഇനം പാമ്പുകളെ ഇവർ കൂട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു പാമ്പുകളെ വെച്ചിട്ട് എന്തോ പരീക്ഷണവും മറ്റു കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ വന്ന് എല്ലാവരും ഇത് കണ്ട് നല്ല സന്തോഷമായിട്ട് അത് കൊള്ളാലോ എന്നെല്ലാം നോക്കുന്നു. അതുപോലെ ചില പാമ്പുകളെ കുപ്പിയിലാക്കി വെച്ചേക്കുന്നു. പിന്നെ ഈ ചൈനക്കാരന്മാരെ പറ്റി പറയണ്ടല്ലോ, ഇവന്മാരാണെങ്കിൽ പാമ്പിനെ തോരൻ വെച്ച് വരെ തിന്നും. അതേപോലെ തന്നെ കുറേ പാമ്പുകളുടെ തോലെല്ലാം ഉരിച്ചിട്ട് ഇതിന്റെ തോലെല്ലാം സെപ്പറേറ്റ് മാറ്റി വയ്ക്കുന്നു. അപ്പോൾ ഇയാൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പാമ്പുകൾക്ക് പ്രത്യേകതരം ഹോർമോൺ കുത്തിവെച്ചിട്ട് ഇതിനെ പെട്ടെന്ന് തന്നെ വളർത്തി വലുതാക്കാണ്. അതുപോലെ ഈ ഒരു പാമ്പുകൾക്ക് മ്യൂട്ടേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇവരെന്തൊക്കെയോ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനെപ്പറ്റി എല്ലാവർക്കും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്നു. ആ ഒരു സമയത്താണ് ഈ ഒരു വന്ന കൂട്ടത്തിൽ ഒരു ലേഡി കുറേ പാമ്പുകൾ വരെ കൊന്ന് തോലൊക്കെ ഉരിക്കുന്നത് കണ്ടിട്ട് അവരുടെ അടുത്ത് നിൽക്കുന്ന ആ ഒരു ഭർത്താവിനോട് പറയും, ഈ ഒരു പാമ്പുകളെല്ലാം ആത്മീയ ജീവികളാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്, അതുകൊണ്ട് ഈ ഒരു ബിസിനസ് നമുക്ക് വേണ്ട, പോവാന്ന് പറയുമ്പോൾ വേറെ ഒരു ലേഡി വന്നിട്ട് പറയും, ദേ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ബാഗ് കണ്ടോ, ആ ഒരു ബാഗ് വരെ നിർമ്മിച്ചിട്ടുള്ളത് ഈ ഒരു പാമ്പിന്റെ തോല് വെച്ചിട്ടാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് ഉപേക്ഷിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഈ ഒരു പാമ്പിന്റെ ശരീരഭാഗങ്ങൾ വെച്ചിട്ട് ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ നിർമ്മിക്കാൻ കഴിയും, അത് വെച്ച് വലിയൊരു ബിസിനസ് ചെയ്യണം. അതുപോലെ ഈ ഒരു പാമ്പുകളെ ഈ ഹോർമോൺ കുത്തിവെച്ച് വലുതാക്കി കഴിഞ്ഞാലും അതിന്റെ സ്കിൻ ഒരുപാട് ഇവർക്ക് എടുക്കാൻ കഴിയും. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇയാളാണെങ്കിലും ഹോർമോൺ കുത്തിവെച്ച ഒരുപാട് പാമ്പുകൾ അടുത്തൊരു റൂമിലുണ്ട്, കാണിച്ചു തരാമെന്നും പറഞ്ഞ് നേരെ അവിടേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ ഈ പെട്ടികളിൽ പാമ്പുകളെയൊന്നും കാണുന്നില്ല. ഷടാ, ഇതൊക്കെ എവിടെ പോയി എന്നും പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നതും ഇയാളാണെങ്കിലും വെപ്രാളം പിടിച്ചിട്ട് എന്റെ പാമ്പുകൾ എവിടെയെന്നെല്ലാം പറഞ്ഞ് ചുറ്റിനിങ്ങനെ നോക്കാണ്. അപ്പോഴേക്കാണ് ഒരു പാമ്പ് മാത്രം ഇവരെ ഇങ്ങനെ കാണുന്നുണ്ട്. ഈ ഒരു പാമ്പുകൾക്ക് കാണാൻ കഴിയത്തില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യം. ഇനി വേറെ ഇനം പാമ്പുകൾക്ക് കാണാൻ കഴിയുമെന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഈ ഒരു മൂവിലെ പാമ്പ് എന്തായാലും ആളുകളെ കാണുന്നുണ്ട്. അത് നീരയും ചുവപ്പും നിറത്തില്. അപ്പോഴേക്കും തന്നെ കാണിക്കുമ്പോൾ ഒരു വലിയ പാമ്പിന്റെ ശരീരം കാണുന്നുണ്ട്. അതുപോലെ ഈ ഒരു പ്രധാനപ്പെട്ട സ്ത്രീ ഉണ്ടല്ലോ, അവരവിടെ നിൽക്കുമ്പോൾ അവരുടെ മുകളിലേക്ക് എന്തോ ഒന്ന് വീഴുന്നു. ഇതാരുടെ മുകളിൽ കയറി ഇരുന്നിട്ട് എന്നും പറഞ്ഞ് നേരെ മുകളിലേക്ക് നോക്കുന്ന സമയത്ത് ആഹാ, ഒരു ഉഗ്രൻ പാമ്പ്, അത് മ്യൂട്ടേഷൻ സംഭവിച്ച ഒരു വലിയ പാമ്പ് ഈ ഒരു സ്ത്രീയെ നോക്കി അങ്ങനെ നാക്കിട്ട് കളിയാക്കുന്നതും ബാക്കി എല്ലാവരും ഈ ഒരു കാര്യം കണ്ട് അന്തം വിട്ട് കുന്തം വിഴിങ്ങനെ നിൽക്കാണ്. അപ്പോഴാണ് ഈ ഒരു പരീക്ഷണം നടത്തിയ ഒരാളുണ്ടല്ലോ, അയാൾ പറയുന്നത്, അല്ല ഞാൻ ചെയ്ത പരീക്ഷണം ഇത്രയും വലുതായോ എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ഈ ഒരു സ്ത്രീ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയിട്ട് അവർക്ക് നല്ല പേടിയുണ്ട്, നിന്ന് അങ്ങനെ വിറക്കിയാണ്. എന്നിട്ട് ഇവരോട് പറയും, ഇത്രയും വലിയ പാമ്പ്, ഇതിന്റെ തൊലി വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ പാമ്പ് ഇപ്പൊ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് അവരെ കടിച്ചെടുത്ത് അങ്ങനെ വിഴുങ്ങും. അപ്പോഴേക്കും തന്നെ പലയിടങ്ങളിൽ നിന്നും ചെറിയ പാമ്പുകൾ അറ്റാക്ക് എന്നും പറഞ്ഞിട്ട് എല്ലാവരുടെയും മുകളിലേക്ക് ചാടി വീണ് അവരെ എല്ലാവരെയും കടിക്കാൻ തുടങ്ങുന്നു. ഓക്കെ, ഇവിടെ വെച്ചൊരു കാര്യം പറയാം, ഇനി എന്തായാലും ഈ ഒരു മൂവിയിലെ ലോജിക്ക് നോക്കിയേ ചെയ്യരുത്. ഇതിലെ പാമ്പ് പറക്കും, ചാടി വന്ന് കടിക്കും, ചിലപ്പോൾ കാലി തൂക്കി നിലത്തടിക്കും, ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്തു എന്ന് വരും. അതെല്ലാം കണ്ട് ആസ്വദിക്കാം. അങ്ങനെ ഈ ഒരു പാമ്പുകളും മനുഷ്യരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ഫൈറ്റ്. പാമ്പുകൾ നല്ല വിഷമുള്ളതായതുകൊണ്ട് ഓരോരുത്തരെയും കടിച്ചിട്ട് അപ്പൊ തന്നെ ഒരുപാട് പേര് മരിക്കുന്നുണ്ട്. ഓക്കെ, പാമ്പ് ആത്മീയ ജീവിയാണെന്ന് പറഞ്ഞ ആ ഒരു അമ്മച്ചി ഉണ്ടല്ലോ, ആ ഒരു അമ്മച്ചിയെ പെട്ടെന്ന് തന്നെ ഈ ഒരു പാമ്പ് വന്ന് കടിച്ചെടുക്കാണ്. അങ്ങനെ അതിനകത്തുള്ള ഓരോരുത്തരായിട്ട് ഈ ഒരു പാമ്പുകൾ കൊന്നതിന് ശേഷം ഇപ്പൊ ഈ ഒരു പരീക്ഷണമെല്ലാം ചെയ്ത ആളുണ്ടല്ലോ, അയാൾ പെട്ടെന്ന് ഈ ഒരു ഗോയ്ക്കകത്ത് നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയതിനെ ഓടും. അപ്പൊ അയാളെ ഫോളോ ചെയ്ത് തന്നെ ആ ഒരു പാമ്പ് പുറകെ വരികയാണ്. അങ്ങനെ ഇയാളായാലും ഓടി അവസാനം ഒരു കാടിനകത്തേക്കായിരുന്നു. എന്തായാലും അയാളെ വെറുതെ വിടാൻ പോകുന്നില്ല, പുറകെ തന്നെ വന്നിട്ട് ഒരവസരത്തില് ഇയാൾ ഓടി വന്ന് നിൽക്കുന്നതും ഒരു മലയുടെ മുകളിലാണ്. താഴേക്ക് നോക്കുമ്പോൾ അവിടെ വലിയൊരു സ്കൂളുണ്ട്. ഇതും കണ്ടു നിന്നിട്ട് ഇയാൾ അകത്തേക്ക് പോകുന്നതും ഈ ഒരു പാമ്പ് പെട്ടെന്ന് വന്ന് ഇയാളെ പിടിച്ച് അടുത്തുള്ള കാടിനകത്തേക്ക് കയറി, ഡേ ഇവിടെ എന്തുവാണോ ചെയ്യുന്നേ? ഒന്നുമില്ല, ആ ഒരു പാമ്പ് അയാളെ തിന്നതാണ്. എന്നിട്ട് പാമ്പ് അങ്ങനെ ഈ ഒരു സ്കൂളിലേക്ക് നോക്കുന്നു. ഓക്കെ, ഇനി എന്തായാലും ഈ ഒരു സ്കൂളിലെ കുട്ടികളെ തിന്നാം. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു മൂവിയുടെ ടൈറ്റിൽ എഴുതി കാണിച്ചതിന് ശേഷം അടുത്തത് കാണിക്കുമ്പോൾ ഈ ഒരു സ്കൂളിൽ എന്തോ ഒരു വാർഷികം നടക്കാണ്. അതുമല്ല, ഇത് സാധാരണ ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളൊന്നുമല്ല, ഇവിടെ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു ഏവിയേഷൻ, ഒരു ഫ്ലൈറ്റ് അറ്റൻഡർ ട്രെയിനിങ് സെന്റർ ഉണ്ടല്ലോ, അതുപോലുള്ള വലിയ സ്കൂളാണ്. അപ്പൊ ഇവിടെ പഠിക്കുന്ന പെൺകുട്ടികളെല്ലാം ഫ്ലൈറ്റ് അറ്റൻഡർമാരായിട്ടാണ് പഠിക്കുന്നത്.
ഇപ്പൊ ഈ ഒരു സ്കൂളിലായിട്ടും ഇതിന്റെ വാർഷികം നടക്കാൻ പോവാണ്. അപ്പൊ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോഴേക്കാണ് ഈ ഒരു സ്കൂളിലെ മാനേജർ അവിടെ നിന്നിട്ട് അവരുടെ ഫോണിൽ വിളിച്ച് ഈ ഒരു ഫയർ വർക്കുകളെല്ലാം അതിന്റെ പണി നടക്കുന്നുണ്ട്. അപ്പൊ അവരോട് പറയും, ഹേയ് ഇതെന്തോന്നാണ്, ഈ സ്റ്റേജ് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്, ഇത് മുകളിലേക്ക് വെക്കി, എന്നാലേ മുകളിൽ പോയി പൊട്ടത്തുള്ളൂ എന്ന് അവരെയും വഴക്ക് പറഞ്ഞ് അവിടെയുള്ള എല്ലാവരെയും വഴക്ക് പറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ അവിടേക്ക് 2 സെക്യൂരിറ്റിമാർ വരുന്നുണ്ട്. അവരിപ്പോ വണ്ടിയിൽ വന്ന ഒരുപാട് ബോക്സുകൾ എടുത്ത് താഴേക്ക് വെക്കുകയാണ്. അപ്പൊ ഈ ഒരു സെക്യൂരിറ്റികളിൽ ഒരാളാണ് നമ്മുടെ ഈ മൂവിലെ ഹീറോ. അതിൽ രണ്ടാമത്തെ ആ ഒരു സെക്യൂരിറ്റി വേറെ ആരുമല്ല, ഹീറോയുടെ മാമനാണ്. അപ്പൊ മാമനും മരുമോനും കൂടി ചേർന്നിട്ടാണ് സെക്യൂരിറ്റി ജോലി ചെയ്യുന്നത്. അങ്ങനെ ഇവരായാലും ആ ഒരു ബോക്സ് വലിച്ചു തുറക്കുമ്പോഴത്തേക്കും അതിനകത്തൊരു ചെറിയ പാമ്പ് കാണുന്നു. ഇതിനെ കാണുന്നത് നമ്മുടെ ഹീറോ പെട്ടെന്ന് അതിനെ കൈകൊണ്ടങ്ങ് പിടിച്ചിട്ട് ഒരു തുണി എടുത്ത് അതിനെ പൊതിഞ്ഞങ്ങ് മാറ്റുകയാണ്. ഇതെന്താണ്, ഇല്ല പാടത്തിറങ്ങി തവളയെ പിടിക്കുന്നത് പോലെ പാമ്പിനെ കണ്ടാലും ഒട്ടും പേടിയില്ലാതെ ചാടി അങ്ങ് പിടിക്കുകയാണ്. ഞാനൊക്കെ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ 2 കിലോമീറ്റർ അപ്പുറത്ത് ചെന്നിട്ടേ പിന്നെ തിരിഞ്ഞു പോകത്തുള്ളൂ. അപ്പോഴേക്കും ആ ഒരു മാനേജർ ഹീറോയുടെ കയ്യിൽ നിന്നും ആ ഒരു പാമ്പിനെ വാങ്ങി താഴേക്കിട്ട് അതിനെ ചവിട്ടി അങ്ങ് കൊല്ലുകയാണ്. അയ്യോ പാവം. അപ്പോൾ ഹീറോ ആയാലും അതിനെ കൊല്ലരുതെന്ന് പറയുമ്പോൾ അയാൾ അതിനെ ചവിട്ടി കൊന്നിട്ട് ഇനി ഏതെങ്കിലും പാമ്പിനെ ഈ ഒരു സ്ഥലത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ 2 പേരുടെയും ജോലി പോവും എന്ന് പറഞ്ഞ് ഇവർ 2 പേരെയും വഴക്ക് പറഞ്ഞ ആ ഒരു മാനേജർ അവിടെ നിന്ന് പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സ്കൂളിന്റെ ഒരു മതിൽ ഭാഗം അത് തകർന്നിങ്ങനെ കിടക്കാണ്. അവിടേക്ക് എന്തോ വരുന്നത് പോലെ അതൊരു പാമ്പാണെന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് കളർ ഡ്രസ് ഇട്ട ഈ ഒരു ഹോന്തായിരുന്നു അവിടെ വന്ന് നിന്നത്. അങ്ങനെ അവനായാലും പതിയെ ഇതിനകത്തേക്ക് കയറുന്നതും നമ്മുടെ ഹീറോയുടെ കാലിന്റെ ഇടയിൽ തന്നെ അവിടെ വന്ന് നിൽക്കാണ്. ഹീറോ പതിയെ അവനെ നോക്കിയിട്ട് തൂക്കിയെടുത്ത് വെളിയിലേക്ക് കൊണ്ടുപോവാണ്. നീ എന്തിനാ ഇതിനകത്ത് കയറിയേ, ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നതെല്ലാം ചോദിക്കുമ്പോൾ അവൻ പറയും, ഹേയ് എന്നെ നിങ്ങൾക്ക് അറിയത്തില്ല, ഞാൻ ഇവിടുത്തെ വലിയ പണക്കാരനാണ്, ഞാൻ വെറുതെ ഇതിനകത്തേക്ക് വന്നതാണെന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയും, ഇല്ല ഇതെന്തായാലും മാനേജറിനെ കാണിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്നും പറഞ്ഞിട്ട് അവനെ ഒരിടത്ത് ഇങ്ങനെ നിർത്തും. ആ ഒരു സമയത്താണ് ഈ ഒരു സ്കൂളിനകത്ത് കാണിക്കുമ്പോൾ ഫ്ലൈറ്റ് അറ്റൻഡർമാരാവാനായിട്ടാണല്ലോ ഇവിടെയുള്ള പെൺകുട്ടികളെല്ലാം പഠിക്കുന്നത്. അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് അറ്റൻഡർ ആയി കഴിഞ്ഞാൽ എല്ലാ മേഖലയിലും അവർക്ക് നീന്താനായിട്ട് ഇങ്ങനെ പല കാര്യങ്ങളും അവർ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് എല്ലാം കൊടുക്കുന്നു. ഒരുപാട് പേര് ഇവിടെ നല്ലതുപോലെ ഒരുങ്ങുന്നുണ്ട്. ആ ഒരു സമയത്ത് കാണിക്കുമ്പോൾ ഈ ഒരു കൂട്ടത്തിലെ റിയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട്. ഇവരെല്ലാവരും ഇപ്പോൾ നീന്തി ഒരു ചെറിയ ബോട്ടിലേക്ക് കയറുന്ന സമയത്ത് റിയ എന്ന് പറഞ്ഞ പെണ്ണ് മാത്രം വെള്ളത്തിലായി പോവും, അവൾക്ക് നീന്താൻ കഴിയുന്നില്ല. അപ്പോൾ ആ ഒരു കൂട്ടത്തിലുള്ള നമ്മുടെ ഹീറോയിനാണ് പെട്ടെന്ന് വന്ന് റിയയെ പിടിച്ച് അവളെ രക്ഷിച്ച് ഈ ഒരു ബോട്ടിനടുത്തേക്ക് കൊണ്ടുവരുന്നത്. അതേ സമയം തന്നെ ഇവിടെ പെൺകുട്ടികളുടെ ബാത്റൂം കാണിക്കുകയാണ്. അതിനകത്ത് ഒരുപാട് പേര് മേക്കപ്പ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് പേര് കുളിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് ബാത്റൂമിനകത്ത് ഒരു പാമ്പ് ഇങ്ങനെ കയറി വരുന്നു. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള പാമ്പല്ല, ഇത് വേറെ പാമ്പ്. അങ്ങനെ ഒരു പെണ്ണായാലും കുളിച്ചിട്ട് പെട്ടെന്ന് തന്റെ ടവൽ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും അടുത്തുള്ളൊരു കൂടയിൽ നിന്നും ഒരു പാമ്പ് അങ്ങനെ എഴുന്നേറ്റ് വരുന്നു. കള്ളച്ചറക്ക ഇത്രയും നേരം ഇരുന്നിട്ട് കുളിസി കാണുമായിരുന്നില്ലേ. അങ്ങനെ ഈ ഒരു പെണ്ണായാലും മലറി വിളിക്കുന്ന ആ ഒരു ശബ്ദം കേട്ട് ഇവിടെ നമ്മുടെ ഹീറോ അകത്തേക്കാരി വന്നല്ലോ, ആ ഒരു പണക്കാരൻ, അവനെ അവിടെ നിർത്തി ഇവിടെ തന്നെ നിൽക്കണം, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഓടി ആ ഒരു ബാത്റൂമിനകത്തേക്ക് ഞാൻ കയറുകയാണ്. എന്നിട്ട് എന്താ സംഭവം എന്നെല്ലാം ചോദിക്കുമ്പോൾ ഇതിനകത്തൊരു പാമ്പെന്ന് പറയുന്നതും വീണ്ടും ഇവൻ തവളയെ പിടിക്കുന്നത് പോലെ ആ ഒരു പാമ്പിനെ പെട്ടെന്ന് അങ്ങ് പിടിക്കും. എന്നിട്ടാണ് അവിടെ നിന്നൊരു കഥാപ്രസംഗം. ഈ ഒരു പാമ്പിന്റെ തല കണ്ടോ, പരന്ന തലയുള്ള പാമ്പാണ്, ഇത് വിഷമാണ്, എന്നിരുന്നാലും മറ്റുള്ളവരെ പെട്ടെന്ന് പോയി അങ്ങോട്ട് ഉപദ്രവിക്കത്തില്ല എന്നെല്ലാം പറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഈ ഒരു പാമ്പ് അവനെ കഴിക്കാനായിട്ട് വരുമ്പോൾ അതിന് മുന്നേ തന്നെ അടുത്തുള്ള ആ ഒരു ടവലെടുത്ത് ആ ഒരു പാമ്പിനെ അതിലേക്ക് അങ്ങ് പൊതിഞ്ഞു വെച്ചിട്ട് ഇപ്പൊ കുഴപ്പമില്ല ഓക്കെ ആണെന്ന് പറയുന്നതും ഇവൻ വലിച്ചൂരിയത് അടുത്ത് നിന്ന ഒരു പെണ്ണിന്റെ ടവലായിരുന്നു. ഇത് കണ്ടിട്ട് ആ ഒരു പെണ്ണ് അലറി വിളിക്കുമ്പോൾ ഹീറോ പെട്ടെന്ന് ഓടി പുറത്തേക്ക് വന്നിട്ട് ആ പുറത്തൊരുത്തനെ നിർത്തിയിരുന്നല്ലോ, അവന് നോക്കുമ്പോഴത്തേക്ക് അവനെ അവിടെ കാണാനില്ല. ചേട്ടാ ഇവൻ എവിടെ പോയിന്നും പറഞ്ഞ് അവനെ അന്വേഷിച്ച് അവിടെയെല്ലാം നടക്കാണ്. ആ ഒരു സമയത്ത് ഈ ഒരു ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും നിൽക്കുമ്പോൾ ഇവരെ പഠിപ്പിക്കുന്ന ആ ഒരു ടീച്ചർ വന്നിട്ട് എല്ലാവരുടെയും റിസൾട്ട് അങ്ങനെ നോക്കുകയാണ്. ആ ഒരു സമയത്താണ് ഇതിൽ നമ്മുടെ വില്ലി, ഇവളെ എന്തായാലും നമുക്ക് ഇനി മുതൽ വില്ലി എന്ന് തന്നെ വിളിക്കാം, അവൾ ഇപ്പോൾ നമ്മുടെ ഹീറോയിനെ നോക്കിയിട്ട്, മേഡം എനിക്കൊരു കാര്യം പറയാനുണ്ട്, ലിയങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹീറോയിൻ, അവൾ ഞങ്ങൾ പറയുന്നത് കേൾക്കാതെയാണ് വെള്ളത്തിലെ ആ ഒരു കാര്യം ചെയ്തത്, റിയെ രക്ഷിക്കാൻ പോയത് എന്നിങ്ങനെ പറയുമ്പോൾ ആ ഒരു മേഡം ആയാലും റിയോട് ചോദിക്കും, അവർ പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു വില്ലത്തിമാരെല്ലാവരും കൂടി റിയെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നതും അവളായാലും അതേന്ന് പറയും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിന് ഒരു മാർക്ക് ഈ ഒരു ട്രെയിനിങ് സെക്ഷനിൽ ഒരു മാർക്ക് മാത്രമേ ഇല്ല. അപ്പോൾ ഹീറോയിൻ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടീച്ചർ പറയും, ഇല്ല ഒരു ഫ്ലൈറ്റ് അറ്റൻഡർ ആയി കഴിഞ്ഞാൽ എല്ലാവരെയും രക്ഷിക്കാൻ ശ്രമിക്കണം, അതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അതിലൊരു വിട്ടുവീഴ്ചയും വരുത്തരുത് എന്നെല്ലാം ഹീറോയിനെ വഴക്ക് പറയുന്നു. അപ്പോൾ ഈ ഒരു വില്ലത്തിമാരാണ് ഹീറോയിന് ഈ ഒരു വഴക്ക് വാങ്ങിച്ചു കൊടുത്തത്. അപ്പോഴേക്കാണ് വെളിയിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ നേരെ വന്നിട്ട് അവന്റെ മാമനോട് പറയും, മാമ ഇതിനകത്ത് നിന്ന് വീണ്ടും ഒരു പാമ്പിനെ കിട്ടിയിട്ടുണ്ട്, ഇതിന് എന്തായാലും നമുക്ക് മാനേജറിനെ കാണിക്കാന്ന് പറയുമ്പോൾ ആ ഒരു മാമൻ പറയും, എന്റെ പൊന്നു മോനെ പോയി കാണിക്കരുത്, വീണ്ടും ഒരു പാമ്പിനെ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 പേരുടെയും ജോലി പോവും, അതുകൊണ്ട് ആ ഒരു പാമ്പിനെ ഇങ്ങോട്ട് ഞാൻ കൊണ്ടുപോകാന്ന് പറയുമ്പോൾ ഹീറോ പറയും, അതുപോലെ ഇതിനകത്തേക്ക് വേറൊരുത്തൻ കയറിയിട്ടുണ്ട്, എടാ എങ്കിൽ പിന്നെ പോയി അവനെ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ ഹീറോ നേരെ അവനെ കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. അതേസമയം വീണ്ടും ഇവിടെ ഇതിനുള്ളിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനെ ഈ ഒരു വില്ലത്തിമാരെല്ലാം കൂടി ചേർന്ന് വളഞ്ഞിട്ടിട്ട് അപ്പോഴേക്കാണ് ഈ ഒരു പാമ്പുണ്ടല്ലോ
ആ ഒരു പാമ്പ് ഇപ്പൊ ഈ ഒരു സ്കൂളിനടുത്തായിട്ട് വന്ന് അത് തിന്ന മനുഷ്യരെയെല്ലാം അതേപോലെ തന്നെ വെളിയിലേക്ക് തുപ്പുന്നു. ടേസ്റ്റ് ഇല്ലെങ്കിൽ തിന്നരുത്, എന്നിട്ട് ഇപ്പോൾ ദേ എല്ലാവരെയും തുപ്പി വെളിയിലേക്ക് ഇട്ടേക്കുന്നു. അതുപോലെ ഇനി എന്തായാലും ഈ ഒരു സ്കൂളിലേക്കാണ് വരാൻ പോകുന്നത്. അതേസമയം ഇതിനകത്ത് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനെ ഈ ഒരു വില്ലത്തിമാരെല്ലാവരും കൂടി ചേർന്ന് ചുറ്റി വളഞ്ഞ് വീണ്ടും അവളെ ഇങ്ങനെ ഉപദ്രവിക്കുകയാണ്. ഇവരോട് നല്ല മാന്യമായിട്ട് പെരുമാറണം എന്നെല്ലാം മെയിൻ ആയിട്ടുള്ള ആ ഒരു വില്ലി ഹീറോയിനോട് പറയുമ്പോൾ ഹീറോയിൻ അത് കേൾക്കത്തില്ല. അപ്പോൾ ഹീറോയിനെ അടിക്കാനായിട്ട് വരുന്ന സമയത്ത് അവളുടെ കാമുകം പെട്ടെന്ന് അവളെ വിളിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ വില്ലി പെട്ടെന്ന് എഴുന്നേറ്റ് ബാക്കിയുള്ളവരോട് പറയും ഇവൾക്ക് മര്യാദ എന്താണെന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം എന്നും പറഞ്ഞ് എല്ലാവരും റൂമിന്റെ വെളിയിലേക്ക് പോയിട്ട് ഇവരുടെ കൂട്ടത്തിൽ റീ എന്ന് പറഞ്ഞ ഒരു പെണ്ണുണ്ടല്ലോ, അവൾ അത്യാവശ്യം പാവമായിട്ടുള്ള ഒരു പെണ്ണാണ്. അതുകൊണ്ട് അവളോട് പറയും ഹീറോയിനെ ഈ ഒരു മുറിക്കകത്തിട്ട് പൂട്ടാനായിട്ട്. അപ്പൊ അവളായാലും ഇവരെ പേടിച്ച് അതേപോലെ തന്നെ ഹീറോയിൻ ആ ഒരു മുറിക്കകത്തിട്ട് പൂട്ടുകയും ചെയ്യുന്നു. അപ്പോഴേക്കാണ് വെളിയിൽ കാണിക്കുമ്പോൾ 2 സ്റ്റുഡൻസ് നടന്നു വന്നിട്ട് അതിലൊരാൾ പറയുന്നുണ്ട് എനിക്കൊരു ഫ്ലൈറ്റിൽ അറ്റൻഡറായിട്ട് ജോലി കിട്ടിയിട്ടുണ്ട്, ഒരു ലെറ്റർ വന്നു എന്ന് പറയുമ്പോൾ മറ്റേ പെണ്ണ് പറയും അയ്യോ എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്നെല്ലാം പറയുമ്പോൾ നിങ്ങൾക്കൊന്നും കിട്ടിയില്ലെങ്കിലും നമ്മുടെ പാമ്പിനെ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ആ ഒരു വലിയ പാമ്പ് വന്ന് ഇവരെ രണ്ടുപേരെയും കടിച്ചെടുത്തുണങ്ങ് പോവാണ്. അപ്പോഴേക്കും ഉള്ളിൽ നമ്മുടെ ഹീറോയിൻ അകത്തുള്ള ആ ഒരു കബോർഡ് ഇങ്ങനെ തുറക്കുമ്പോഴത്തേക്കും അതിനകത്ത് നിന്നും ഒരു പാമ്പ് ഇങ്ങനെ വരുന്നു. ഇവള് കണ്ട് പേടിച്ചിട്ട് ഈ ഒരു ഡോർ തുറക്കാൻ വേണ്ടി വെളിയിലേക്ക് വന്ന് അത് തുറക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും കഴിയുന്നില്ല. അതേസമയം തന്നെ ഒരുപാട് പാമ്പുകൾ ഇപ്പോൾ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യാന്നറിയാതെ പേടിച്ച് അവിടെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവിടെ ഡോർ വന്ന് തുറന്നിട്ട് നമ്മുടെ ഹീറോ ഞാനുള്ളപ്പോൾ ഇവിടെ വേറെ പാമ്പുകളോ, സോറി അങ്ങനെ പറയത്തില്ല എന്നുള്ള രീതിയിൽ അകത്തേക്ക് വന്ന് എന്ത് സംഭവിച്ചത് നോക്കുമ്പോൾ അവിടെ പാമ്പുകളുണ്ടെന്ന് അവൾ ഇങ്ങനെ പറയും. അപ്പോൾ ഹീറോ അത് നോക്കിയിട്ട് ഓക്കെ ബാ നമുക്ക് പുറത്തേക്ക് പോകാന്ന് പറയുമ്പോൾ ഇവള് പേടിച്ചിട്ട് കാലെല്ലാം മരവിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഓടാൻ കഴിയത്തില്ല എന്ന് പറയുന്നതും ഹീറോ അവളെ പൊക്കിയെടുത്ത് വെളിയിലേക്ക് കൊണ്ടുവരാണ്. അങ്ങനെ കൊണ്ടുവന്നിട്ട് ഓക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നെ ഇന്ന് താഴെ ഇറക്കാവൂ. ഓക്കെ ശരിയെന്നും പറഞ്ഞ് അവളെ പെട്ടെന്ന് താഴെ ഇറക്കും. ഓക്കെ എന്തായാലും നമുക്ക് ഈ ഒരു കാര്യം മാനേജറിനെ അറിയിക്കണം എന്നും പറഞ്ഞ് ഹീറോയുടെ മാമനെ വിളിച്ച് ഈ ഒരു കാര്യം പറയാണ്. അതേസമയം ക്ലാസ് മുറിയിലൊക്കെ കാണിക്കുമ്പോൾ ദേ പെമ്പിള്ളാരുടെ കാലിന്റെ ഇടയിലൂടെ എല്ലാം പാമ്പഴഞ്ഞു പോകുന്നു. അല്ല നിനക്കൊന്നും നാണമില്ലടാ പാമ്പുകളെ ഇങ്ങനെയൊക്കെ പോകാനായിട്ട്. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും ഈ ഒരു ബിൽഡിംഗ് മുഴുവനായിട്ടും ഈ ഒരു ചെറിയ പാമ്പുകൾ കൊണ്ട് നിറഞ്ഞേക്കാണ്. മറ്റാരും ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല. ഇവിടെയാണെങ്കിലോ നമ്മുടെ ഹീറോ അവന്റെ മാമനെ വിളിച്ചിട്ട് ദേ ഇവിടെ പാമ്പുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോൾ അവിടെ പാമ്പുകളെന്നും കാണുന്നില്ല. അപ്പോൾ ആ ഒരു മാമൻ ചോദിക്കും അല്ല എവിടെയാ പാമ്പുകളെ കണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ ഹീറോയും പറയാതെ ഞാനും കണ്ടിരുന്നു, അതെല്ലാം സാധാരണ പാമ്പുകളെ പോലെ ഒരിക്കലും തോന്നിയില്ല, എല്ലാം നമ്മളെ ആക്രമിക്കാൻ വരുന്നത് പോലെ. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോൾ ഈ മാമൻ പറയും ഇപ്പോഴാണെങ്കിൽ സ്കൂളിന്റെ വാർഷികം നടക്കാൻ പോവാണ്, ഈ ഒരു അവസരത്തിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും, നമ്മുടെ രണ്ടുപേരുടെയും ജോലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോകുമെന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മുടെ ഹീറോ പറയും ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇത് തന്നെയാണ് ഐഡിയ എന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ വിളിച്ച് നേരെ ഇതിന്റെ വാർഷികത്തോടനുബന്ധിച്ച് ഇവിടെ വേറെ പ്രോജക്റ്റുകൾ ചെയ്യാൻ വേണ്ടി വേറെ ഒരുപാട് ഓഫീസർമാരെല്ലാം വരുന്നുണ്ട്. അവരെയും കൂട്ടി ഒരു മാനേജർ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തൂടെ നടന്നു പോകുമ്പോൾ നമ്മുടെ ഹീറോയിനും നേരെ ഓടി ചെന്നിട്ട് ആ ഒരു മാനേജറിനോട് ഇതുപോലെ ഇവിടെ പാമ്പുണ്ട്, ഞങ്ങൾ ഒരുപാട് എണ്ണത്തിനെ കണ്ടു, അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ പുറത്താക്കിയേ പറ്റൂ എന്നെല്ലാം പറയുമ്പോൾ ഇത് കേട്ട് കഴിഞ്ഞാൽ ഇവിടെ പ്രോജക്റ്റ് ചെയ്യാനായിട്ട് വന്ന ആളുകൾ ഇതിൽ നിന്ന് ഒഴിഞ്ഞാലോ എന്നുള്ള രീതിയിൽ ആ ഒരു മാനേജർ നിങ്ങൾ എന്തായി പറയുന്നത് മിണ്ടാതിരിക്കും. സോറി സാർ ഒന്നുമില്ല ഇവർ വെറുതെ പറയുന്നതാണെന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ മാമൻ വന്നിട്ട് പറയും അതെ സാർ ഇവർ വെറുതെ പറയുന്നതാണ്, അങ്ങനെയൊന്നും ഇല്ലാതെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിനെയും ഇവിടെ നിന്നങ്ങ് കൊണ്ടുപോവാണ്. കാരണം ഈ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ഇവരെ രണ്ടുപേരെയും പുറത്തേക്ക് പറഞ്ഞു വിടുമ്പോൾ രണ്ടുപേരും വെളിയിലേക്ക് നടന്നു വന്നിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു ആലോചിക്കുമ്പോഴത്തേക്കാണ് ഹീറോ പറയുന്നത് ഓക്കെ എനിക്കൊരു ഐഡിയ ഉണ്ട് എന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും ഓടിച്ചെന്ന് സെക്യൂരിറ്റി റൂമുണ്ട്. അവിടെയാണെങ്കിൽ ഈ ഒരു സ്കൂളിലെ മൈക്ക് ഉണ്ടല്ലോ അതിലൂടെ ഇപ്പോൾ സംസാരിക്കാൻ തുടങ്ങും. അതേസമയം ഈ ഒരു മാനേജർ എല്ലാവരെയും കൊണ്ട് ആ ഒരു സ്റ്റേജിന്റെ മുന്നിലേക്ക് വരുന്നു. അവിടെയാണെങ്കിലും ഒരുപാട് സ്റ്റുഡൻസ് ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ ഇയാൾ വന്ന് ഇവിടെ എല്ലാവരോടും കാര്യങ്ങൾ പറയുമ്പോൾ ഹീറോ ആ ഒരു മൈക്കിലൂടെ വിളിച്ചു പറയും ദയവ് ചെയ്ത് എല്ലാവരും കേൾക്കണം, നമ്മുടെ സ്കൂളിന്റെ വെളിയിൽ 2 വലിയ ബസ്സുകളുണ്ട്, ഇവിടെയുള്ള എല്ലാ വിദ്യാർത്ഥികളും അതിനകത്തേ കയറിയേ പറ്റൂ, കാരണം ഇതിനകം മുഴുവനായിട്ടും പാമ്പുകൾ കൊണ്ട് നിറഞ്ഞേക്കാണ് എന്നുള്ള കാര്യം വിളിച്ച് പറയുമ്പോൾ ഇവിടെ വന്ന എല്ലാ ഓഫീസർമാരും മാനേജറിനെ നോക്കിയിട്ട് ഇതെന്താ എന്നെല്ലാം പറഞ്ഞ് മാനേജറിനെ വഴക്ക് പറയുന്ന സമയത്താണ് ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു പെണ്ണ് പെട്ടെന്ന് ഇവരെ നോക്കി പേടിച്ചിങ്ങനെ കൈ കാണിക്കുന്നു. എന്താണെന്ന് കാണിക്കുമ്പോൾ നമ്മുടെ മാനേജറിന്റെ പുറകിലായിട്ട് സ്റ്റേജിൽ പെർഫോമൻസ് ചെയ്യാൻ നമ്മുടെ പാമ്പ് വന്നിങ്ങനെ നിൽക്കാണ്. എന്നിട്ട് ഇവരെ എല്ലാവരെയും നോക്കി നാക്കിട്ട് ഇവരെല്ലാവരെയും കൊഞ്ഞണം കുത്തുന്നുണ്ട്. അപ്പോഴേക്കും തന്നെ ഈ ഒരു കാര്യം നമ്മുടെ ഹീറോ ഈ CCTVയിലൂടെ കാണുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും വലിയൊരു പാമ്പിനെ ഇവൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ആ ഒരു പാമ്പായാലും അവിടെ എല്ലാം അക്രമം അഴിച്ചുവിട്ട് എല്ലാവരും പേടിച്ചോടുന്നു. അതേസമയം ഇവിടെ ഈ ഒരു സ്വിമ്മിംഗ് പൂളിന്റെ ഭാഗത്ത് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ ഒരു പൂളിനുള്ളിലേക്കും പാമ്പുകൾ വന്നിറങ്ങുകയാണ്. എന്നിട്ട് വെള്ളത്തിനടിയിലൂടെ വന്ന് ഈ ഒരു പെണ്ണുങ്ങളെല്ലാം കടിക്കുന്നുണ്ട്. ദേ ഇതൊക്കെ കടിക്കാൻ പോകുന്നത് നോക്ക്, വാട്ട് ബ്രോ ദിസ് ഈസ് ടു മച്ച്. എന്നിട്ട് ആ ഒരു സ്വിമ്മിംഗ് പൂളിന്റെ കരയിലുള്ള ഒരുപാട് പെൺകുട്ടികളെയും കടിച്ചു കൊല്ലുന്നു. അങ്ങനെ ഒരുപാട് പേരെ കൊന്ന് എല്ലാവരും പേടിച്ച് പല വഴിക്കായിട്ട് ഓടുമ്പോഴത്തേക്കും ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ ഒരു സമയത്താണ് നമ്മുടെ ഹീറോ മൈക്കിലൂടെ പറയുന്നത്
എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇതിനെ മറികടക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് പരസ്പരം സഹായിച്ചു കഴിഞ്ഞാൽ എന്നുള്ള രീതിയിലൊരു മോട്ടിവേഷൻ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇത് കേട്ട് നമ്മുടെ മാമനും ബാക്കി പിള്ളേരും എല്ലാവരും കൂടി ചേർന്ന് ഇപ്പോൾ പരസ്പരം അവരെ സഹായിച്ച് എല്ലാവരും വെളിയിലേക്ക് ഇറങ്ങി ഇങ്ങനെ ഓടുകയാണ്. അതേ സമയമാണ് നമ്മുടെ വില്ലിയെ കാണിക്കുമ്പോൾ നേരത്തെ വന്നൊരു കാമുകനുണ്ടല്ലോ, അവനും അവളും ഒരു റൂമിനകത്ത് കയറിയിട്ട് ഇവർ രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നു. അങ്ങനെ ഇവിടെ നമ്മുടെ ഹീറോയിനും വെളിയിലേക്ക് വന്ന് എല്ലാവരെയും ആ ഒരു ബസ്സിനടുത്ത് ഇങ്ങനെ ഓടിച്ചു വിടുകയാണ്. അതേ സമയം പുറകിൽ കാണിക്കുമ്പോൾ ദേ ആ ഒരു പാമ്പ് വോളിബോൾ എല്ലാം കളിച്ചുകൊണ്ട് വരുന്നു. ഇതെന്തോടെ മനുഷ്യനെ ഈ പന്ത് തട്ടുന്നത് പോലെയാണ് എടുത്തിട്ട് തട്ടുന്നത്. ആ ഒരു സമയം നമ്മുടെ ഹീറോയിൻ താഴെ വീണ ഒരു പെണ്ണിനെ പിടിച്ചിട്ട് ഇവർ ഓടി വരുമ്പോഴത്തേക്കും ഹീറോയും ബാക്കി പെൺകുട്ടികളും കുറെ മുന്നിലേക്ക് അങ്ങ് ഓടിപ്പോയി. ഇവർ കുറച്ചുപേര് പുറകിലായിപ്പോയി. ആ ഒരു സമയത്ത് മറുവശത്തോടെ വന്ന പാമ്പ് അതിലൊരു പെണ്ണിനെ കടിച്ചെടുത്തോണ്ട് പോയിട്ട് ഇവരുടെ നേർക്ക് വരുന്നതും ഇവരെല്ലാവരും കൂടി ചേർന്ന് തിരിച്ചോടും. അതേസമയം ഇവിടെ ഹീറോയും അവന്റെ മാമനും എല്ലാ പെൺകുട്ടികളെയും 2 ബസ്സുകളിലായിട്ട് കയറ്റി. ഹീറോ നോക്കുമ്പോൾ ഹീറോയിനെ കാണുന്നില്ല. അപ്പോൾ തന്നെ അവന് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ ആ ഒരു സെക്യൂരിറ്റി മാമനോട് പറയും, മാമ ഇവിടെ തന്നെ നിൽക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ഇവരെയും കൊണ്ട് ഇവിടെ നിന്ന് പോ, ഞാൻ ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്തി ഇവിടെ നിന്ന് കൊണ്ടുവരാന്ന് പറയുമ്പോൾ ആ ഒരു മാമ സമ്മതിക്കുന്നില്ല. മാമൻ പറയുന്നുണ്ട്, എന്റെ പൊന്നുമോനെ നീ സൂപ്പർ ഹീറോ ഒന്നുമല്ല പോയി രക്ഷിക്കാനായിട്ട്, ഉള്ളത് മതി നമുക്ക് പോവാന്ന് പറയുമ്പോൾ ഹീറോ പറയും, സൂപ്പർ ഹീറോ ആയില്ല എന്നുണ്ടെങ്കിലും ഇതെന്റെ കടമയാണ്, ഞാൻ ഈ ഒരു ജോലി നല്ലതുപോലെ ചെയ്യും എന്ന് തിരിച്ചൊരു മോട്ടിവേഷൻ കൗണ്ടർ മാമനിട്ട് അടിച്ചിട്ട് ഹീറോ അവിടെ നിന്ന് ഹീറോയിനെ രക്ഷിക്കാനായിട്ട് പോവാണ്. അങ്ങനെ ഹീറോ ആയാലും ഹീറോയിനെ വിളിച്ചിട്ട് ലീയങ് എന്ന് പറഞ്ഞ് എല്ലായിടത്തും ഓടി വരുമ്പോൾ പെട്ടെന്ന് കാല് തട്ടി താഴേക്ക് വീഴും. നോക്കുമ്പോൾ അവിടെ ഒരു പെണ്ണിങ്ങനെ മരിച്ചു കിടക്കുന്നു. ആ ഒരു പെണ്ണിന്റെ കാലിന്റെ ഇടയിൽ നിന്നും ഒരു പാമ്പ് അങ്ങനെ ഇറങ്ങി വരുന്നു. അതേപോലെ വേറൊരു പാമ്പ് ദേ കയറിപ്പോകുന്നു. ഒന്നും പറയാനില്ല. അങ്ങനെ ഹീറോ അവിടെ നിന്നും ഓടി നമ്മുടെ ഹീറോയിനൊക്കെയുള്ള ആ ഒരു ഭാഗം കണ്ടുപിടിച്ചു. എന്നിട്ട് അവിടെ വന്ന് ആ ഒരു ഗേറ്റ് തുറക്കാനായിട്ട് ഇങ്ങനെ പറയാണ്. ഇപ്പോൾ ഹീറോയിന്റെ കൂടെ ആയാലും വേറെ ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. അങ്ങനെ ഹീറോ ആയാലും അവിടെ വന്നിട്ട് ഇത് തുറക്കാനായിട്ട് പറഞ്ഞു നിൽക്കുന്ന ആ ഒരു സമയം ഹീറോയും പുറത്തേക്ക് നോക്കുമ്പോൾ ആ ഒരു പാമ്പ് ഹീറോയുടെ പുറകെ വന്നു. പക്ഷെ ഈ ഒരു കാര്യം നമ്മുടെ ഹീറോ കണ്ടില്ല. അപ്പൊ അവളാണെങ്കിൽ അത് അവനോട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഗ്ലാസ് ഇട്ടത് കൊണ്ട് അവനൊന്നും കേൾക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അവളുടെ മുഖഭാവം വെച്ച് തന്നെ അവന് മനസ്സിലാക്കും പുറകിൽ എന്തോണ്ടെന്നും പറഞ്ഞ് തിരിയുന്നതും ആ ഒരു പാമ്പ് അവനെ നോക്കിയതിനെ നിൽക്കാണ്. എന്നിട്ട് പെട്ടെന്ന് കടിക്കാൻ വരുന്നതും ഹീറോ അവിടെ നിന്നും ഒരു ഒറ്റ ഓട്ടം വേറൊരു വശത്തേക്ക്. എന്നിട്ട് അലറി വിളിച്ച് ഓടി ഒരുപാട് ദൂരം ഓടുന്നു. ഈ പാമ്പ് പുറകെ തന്നെ ഉണ്ട്. ഒരവസരത്തില് ഹീറോയുടെ കാല് തെറ്റി താഴേക്കൊന്ന് വീഴുന്നതും പാമ്പ് അങ്ങനെ എഴുന്നേറ്റ് കിട്ടിയടാ മോനെ സൂപ്പർ സാധനം എന്നും പറഞ്ഞ് തിന്നാനായിട്ട് വരുന്ന സമയത്ത് അതിനു മുന്നേ തന്നെ നമ്മുടെ മാമൻ വന്ന് ഹീറോയെ വലിച്ച് ഇവര് രണ്ടുപേരും അടുത്തുള്ള ആ ഒരു ബിൽഡിങ്ങിനകത്തേക്കായിരുന്നതും ഒരു വിധത്തിൽ ഇപ്പോൾ രക്ഷപ്പെട്ടു. അപ്പോൾ പാമ്പായാലും ഇവര് രണ്ടുപേരും നോക്കുന്നുണ്ട്. ഈ ഒരു ബിൽഡിങ്ങിനകത്താണല്ലോ നിങ്ങൾ എല്ലാവരും നിൽക്കുന്നത്, എപ്പോഴെങ്കിലും വെളിയിൽ വരും, ഞാൻ വെളിയിൽ വെയിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ പാമ്പ് വെളിയിൽ ചുറ്റി ഇങ്ങനെ കിടക്കാണ്. ഇവര് രണ്ടുപേരും ഇനിയിപ്പോ ഇവിടെ നിന്ന് അടുത്തൊരു ബിൽഡിങ്ങിലേക്ക് പോയി കഴിഞ്ഞാലേ വെളിയിലേക്ക് ഇറങ്ങാൻ കഴിയത്തുള്ളൂ. അപ്പൊ ഇവര് രണ്ടുപേരായാലും നോക്കുമ്പോൾ ഇപ്പുറത്തെ ബിൽഡിങ്ങിലാണ് നമ്മുടെ ഹീറോയിനും ആ ഒരു പെൺകുട്ടികളും നിൽക്കുന്നത്. ഇവർക്ക് രണ്ടുപേർക്ക് അപ്പുറത്തേക്ക് പോയേ പറ്റൂ. പാമ്പ് വെളിയിൽ കിടക്കുന്നത് കൊണ്ട് എങ്ങനെ പോകുന്നു പറഞ്ഞ് മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ വലിയൊരു കേബിൾ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഓക്കെ, അതീ പിടിച്ച് അപ്പുറത്തേക്ക് പോവാന്ന് പറഞ്ഞ് രണ്ടുപേരും ആ ഒരു കേബിളിൽ പിടിച്ച് തൂങ്ങി ഇങ്ങനെ പോവാണ്. പാമ്പാണെങ്കിൽ താഴെ കിടക്കുന്നു. അതും ആ മണ്ടം പാമ്പാണെങ്കിൽ ഈ ഡോറിലേക്ക് നോക്കി തന്നെ കിടക്കാണ്. ഇവരെപ്പം പുറത്ത് വരുമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവര് രണ്ടുപേരും മുകളിലൂടെ ഇഴഞ്ഞിങ്ങനെ പോകുമ്പോൾ എന്തെങ്കിലും സാധനം താഴെ വീണ് കഴിഞ്ഞാൽ അതോടെ കഴിഞ്ഞു. അങ്ങനെ മിണ്ടാതെ രണ്ടുപേരും പതിയെ പോകുമ്പോഴത്തേക്കും ഈ 2 സൈഡിലൂടെ വേറെ ചെറിയ പാമ്പുകൾ വരുന്നു ഇവരെ കൊത്താൻ വേണ്ടിയിട്ട്. ഇത് കാണുമ്പോഴത്തേക്കും ഹീറോ പറയും, മാമ ഇനിയിപ്പോൾ വേറെ വഴിയില്ല, കയറ് കുലുക്കെന്ന് പറഞ്ഞ് രണ്ടുപേരും ആ ഒരു കയറ് പിടിച്ചിങ്ങനെ കുലുക്കാണ്. അങ്ങനെ കുലുക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു പാമ്പുകൾ 2 താഴേക്ക് വീഴുന്നു. അതേപോലെ തന്നെ ഹീറോയുടെ ഫോൺ ഉണ്ടല്ലോ, അത് നേരെ താഴേക്ക് വീണ് ഈ ഒരു പാമ്പിന്റെ തലയിലേക്ക് വന്നിരിക്കും. ആരുടെ തലയിൽ ഫോൺ എടുത്തിട്ട് എന്നും പറഞ്ഞ് മുകളിലേക്ക് നോക്കുമ്പോൾ ആഹാ രണ്ടുപേരും ഇവിടെ തൂങ്ങി കിടക്കുമായിരുന്നു. ദാ വരുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ പാമ്പ് നേരെ മുകളിലേക്ക് ഇവർ രണ്ടുപേരും കടിക്കാനായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ജസ്റ്റ് മിസ്, അത്രയും ദൂരം അതിനെത്താൻ കഴിയുന്നില്ല. അതേപോലെ തന്നെ താഴേക്ക് വന്ന് വീണ് ഒരൊറ്റ ഇടി. അങ്ങനെ ഹീറോയും അവന്റെ മാമനും ഒരു വിധത്തിൽ അടുത്ത ബിൽഡിങ്ങിലേക്ക് വന്ന് ഇപ്പോൾ ഓടി വന്ന് നമ്മുടെ ഹീറോയിനെ എല്ലാം കണ്ടുപിടിക്കും. അപ്പോൾ ഹീറോയിനായാലും ഹീറോയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കാണ്. ആ ഒരു സമയത്ത് നമ്മുടെ വില്ലിയുടെ കൂടെയുള്ള ആ ഒരു ടീമുണ്ടല്ലോ, വില്ലത്തിമാര്, ഇവരും ഈ ഒരു ഗ്യാങ്ങിലുണ്ട്. അങ്ങനെ അടുത്തത് നമുക്ക് ആരെങ്കിലും രക്ഷപ്പെടുത്താനായിട്ട് ഓക്കെ നമ്മളെ കൊണ്ടുപോകാനായിട്ട് ആരെങ്കിലും വരും, അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് എല്ലാവരും അവിടെ ഇരിക്കുകയാണ്. ആ ഒരു സമയത്താണ് നമ്മുടെ ഹീറോയ്ക്ക് ഈ ഒരു പാമ്പിനെ പേടിയില്ല എന്നുള്ളൊരു കാര്യം പറയുന്നത്. വേറെ ഒന്നുമല്ല, അവൻ കുട്ടിക്കാലത്ത് തന്നെ അവന്റെ ഗ്രാമത്തിൽ ഇതുപോലെ പാമ്പുകളെ പിടിക്കാൻ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ നിസ്സാരമായിട്ട് ഈ ഒരു ചെറിയ പാമ്പുകളെല്ലാം ഇങ്ങനെ പിടിക്കുന്നത് എന്നുള്ള കാര്യം ഹീറോയിനോട് പറയും. അപ്പോൾ ഹീറോയും പറയും, സത്യം പറയാലോ എനിക്ക് നല്ലതുപോലെ പാമ്പിനെ പേടിയുണ്ട് എന്നെല്ലാം പറഞ്ഞ് ഇവരവിടെ രാത്രി വരെ വെയിറ്റ് ചെയ്യാണ്. അതേ സമയം ഇവിടെ വില്ലിയുടെ റൂമിൽ കാണിക്കുമ്പോൾ ഇവര് രണ്ടുപേരും ഒന്നാമത്തെ റൗണ്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. ഈ റൗണ്ടിൽ നമുക്ക് പുതിയൊരു കാര്യം ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവളുടെ കണ്ണ് ഇങ്ങനെ മൂടിയിട്ട് അവൻ അങ്ങനെ മാറിപ്പോയിട്ട് ഫോൺ എടുത്ത് ഇങ്ങനെ സംസാരിക്കുകയാണ്. ആ ഒരു സമയം ഇവൾക്ക് നല്ലതുപോലെ വികാരം തോന്നുന്നുണ്ട്.
എന്താണെന്ന് കാണിക്കുമ്പോൾ ഇവളുടെ മുകളിലൂടെ വേറൊരു പാമ്പ്, ഞാനിവിടെ ഉള്ളപ്പോൾ വേറൊരു പാമ്പിൻ്റെ ആവശ്യമില്ല എന്നും പറഞ്ഞ് നമ്മുടെ പാമ്പ് പതിയെ അവളുടെ മുകളിലേക്ക് കയറുന്നതും ഇതാ ഒരു കാമുക കണ്ടിട്ട് പാമ്പ് പാമ്പ് ഇതെന്റെ പാമ്പല്ല, ഇത് വേറെ പാമ്പെന്ന് പറയുന്നതും അവള് പെട്ടെന്ന് കണ്ണു തുറന്ന് രണ്ടെണ്ണം കൂടി പേടിച്ച് അവിടെ നിന്ന് വെളിയിലേക്ക് ഒരു ഒറ്റ ഓട്ടം. അപ്പോൾ നമ്മുടെ വില്ലിയും ആ ഒരു കാമുകനും വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഹീറോയിനെ കാണുന്നുണ്ട്. അല്ല, നിങ്ങളിവിടെ എന്താ ചെയ്യുന്നത്? ഞങ്ങളെ ആരോ മുറിയിൽ പൂട്ടിയിട്ടോ എന്ന് ഇവർ കള്ളം പറയും. ഓക്കെ, എന്ത് തന്നെ ആവട്ടെ, തർക്കിക്കാനായിട്ട് ഇപ്പോൾ സമയമില്ല, നമുക്ക് ബാക്കിയുള്ളവരെ രക്ഷിക്കാം, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്ത് പോയേ പറ്റൂ എന്നുള്ള രീതിയിൽ ഇവരൊരു റൂമിനകത്തേക്ക് പോയിട്ട് നമ്മുടെ ഹീറോയിനും ഒരു റൂമിനകത്തേക്ക് പോയി പഴയ ഒരുപാട് വസ്ത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരികയാണ്. എന്നിട്ട് ഇവിടെയുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും അത് ഇടാൻ കൊടുക്കും. എന്നിട്ട് പറയും, നിങ്ങളിപ്പോൾ ഈ ഒരു വസ്ത്രത്തിൽ വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ കഴിയത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവന്ന ഈ ഒരു വസ്ത്രം ഇതേ കിട്ടിയുള്ളൂ, ഇതെല്ലാം യൂസ് ചെയ്യാൻ പറയുമ്പോൾ അവരായാലും അതെല്ലാം എടുത്തിട്ടിട്ട് ഇപ്പോൾ നമ്മുടെ വില്ലിയും ഗ്യാങ്ങും ഇതെടുത്ത് നോക്കിയിട്ടാണ് ഇത് പഴയതാണ്, എനിക്ക് യോജിക്കുന്നില്ല എന്നൊക്കെ പറയാണ്. ഉള്ളതുകൊണ്ട് എങ്ങനെയും നമുക്ക് പുറത്തു പോവാം എന്നെല്ലാം പറഞ്ഞ് ഇവർ പറയും, അല്ല ഞങ്ങളെല്ലാവരും ഇവിടെ നിന്ന് വസ്ത്രം മാറുമ്പോൾ നിങ്ങൾ 3 ആണുങ്ങൾ അത് നോക്കത്തില്ലേ, തിരിഞ്ഞു നിൽക്കാൻ പറഞ്ഞിട്ട് ഇവരെല്ലാവരും വസ്ത്രമെല്ലാം മാറുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോ ഒരു ബാഗിൽ കുറേ കുപ്പികൾ കൊണ്ടുവന്ന് ഇങ്ങനെ തട്ടിയിടുന്നത്. അതിനകത്ത് ഈ ഒരു ഫേസ് ക്രീം അങ്ങനെയുള്ള ലിക്വിഡും മറ്റു കാര്യങ്ങളൊക്കെയാണ്. ഇത് കാണുമ്പോൾ എല്ലാ പെണ്ണുങ്ങളും ഓക്കെ എനിക്കിത് ആവശ്യമുണ്ട്, നീ നല്ലതുപോലെ തന്നെ ചെയ്തു എന്ന് പറഞ്ഞ് അടുത്തേക്ക് വരുമ്പോൾ ഹീറോ അതെല്ലാം എടുത്ത് ഇങ്ങനെ ഒഴിച്ചു കളഞ്ഞിട്ടാണ് പറയുന്നത്, ഏയ് ഇതതിനൊന്നുമല്ല, ഈ പാമ്പുകൾക്ക് രൂക്ഷമായിട്ടുള്ള ഗന്ധം ഒരിക്കലും ഇഷ്ടമല്ല, അതുകൊണ്ട് ഈ ഒരു ലിക്വിഡ് ഞാൻ എല്ലാ കുപ്പികളിലും ഒഴിച്ച് ഓരോരുത്തർക്കായിട്ട് തരും, അത് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചണം, അപ്പോൾ പാമ്പുകൾ നിങ്ങളുടെ അടുത്തേക്ക് വരത്തില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ആ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ വില്ലി വന്നിട്ട് അതിലൊരു ബോട്ടിൽ എടുത്തിട്ടാണ് പറയുന്നത്, ഇതിന്റെ വില കണ്ടോ, നിനക്ക് 1 മാസം കിട്ടുന്ന ശമ്പളത്തേക്കാൾ കൂടുതലുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ കളിയാക്കും, മണ്ടൻ സെക്യൂരിറ്റി എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഹീറോ പെട്ടെന്ന് അത് തട്ടിക്കളഞ്ഞിട്ടാണ് അതൊന്നും കാര്യമാക്കാതെ വീണ്ടും കുപ്പിയിലിങ്ങനെ ഈ ലിക്വിഡ് നിറയ്ക്കുമ്പോൾ ബാക്കിയുള്ള പെണ്ണുങ്ങൾ നിനക്കൊന്നും അതിന്റെ വില അറിയത്തില്ല എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ വില്ലി പറയും, ശരി ഞങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടണമെന്ന് അറിയാം എന്നും പറഞ്ഞ് അവളുടെ കാമുവിനോട് പറയും, ബേബി രക്ഷപ്പെടാനായിട്ട് രക്ഷാസേനയെ ഇവിടേക്ക് വിളിക്കാൻ പറയുമ്പോൾ അവനായാലും വിളിച്ചിട്ട്, ഹലോ നിങ്ങൾ എവിടെ എത്തി, ഇത്രയും പെട്ടെന്ന് ഇവിടെ എത്തിയില്ലേ എന്നെല്ലാം ചോദിക്കുമ്പോൾ അവർ പറയും, സോറി ആരും ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങരുത്, ഞങ്ങൾ വരാനായിട്ട് വൈകും, ഇവിടെ മണ്ണിടിച്ചിലാണ്, അതുകൊണ്ട് 2 മണിക്കൂർ നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇവർക്ക് ആർക്കും അത് ശരിയാവുന്നില്ല, അത്രയും നേരം ഒന്നും ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഹീറോ പറയും, ശരി അവർ വരുന്നത് വരെ നമുക്ക് ഇവിടെ ഇരിക്കാമെന്ന് പറയുമ്പോൾ അപ്പോൾ ആ ഒരു വില്ലി പറയും, ഓ നീ എന്നെ പഠിപ്പിക്കാൻ പോകണോ എന്നെല്ലാം പറഞ്ഞിട്ട് ഹീറോയെ വീണ്ടും കളിയാക്കുമ്പോൾ ഹീറോയിന് ഇടയ്ക്ക് കയറിയിട്ട് വില്ലിയെ വഴക്ക് പറയും. ഇത് നമ്മുടെ വില്ലിക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ വില്ലി ആയാലും അവളുടെ കാമുകനോട് പറയുന്നുണ്ട്, അവൻ ഇന്നെ ഇത്രയും പറഞ്ഞിട്ട് നീ അത് കേട്ടുകൊണ്ട് നിൽക്കണോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു കാമുകൻ പെട്ടെന്ന് അവൻ്റെ കാറിൻ്റെ കീ എടുത്ത് കാണിച്ചിട്ടാണ്, എൻ്റെ വണ്ടി ഇവിടെ വെളിയിൽ കിടപ്പുണ്ട്, ഞങ്ങൾ എന്തായാലും അതിൽ പോകാനെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും വെളിയിലേക്ക് പോകാൻ വരുമ്പോൾ ഹീറോയിൻ അവരെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഈ പെണ്ണുങ്ങൾ ആരും അത് കേൾക്കുന്നില്ല, ആർക്കും ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇപ്പോൾ ആ ഒരു ഗേറ്റും തുറന്ന് നേരെ വെളിയിലേക്ക് ഇറങ്ങി നടന്നു പോകുന്നു. അപ്പോഴും ഹീറോ ടൈമർ എടുത്ത് കാണിച്ചിട്ട് പറയുന്നുണ്ട്, പ്ലീസ് വെറും 2 മണിക്കൂർ മാത്രമേ ഉള്ളൂ നമുക്ക് ഇവിടെ നിൽക്കാന്ന് പറയുന്നതും ഇവരാരും അത് കേൾക്കാതെ പെട്ടെന്ന് വെളിയിലേക്ക് ഓടി ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു പാമ്പ് വന്നിട്ട് ഇതിൽ ഓരോരുത്തരായിട്ട് എടുത്ത് ഇങ്ങനെ തിന്നാൻ തുടങ്ങും. ഇത് കാണുന്നതും വേറെ ആരും അവിടെ നിൽക്കത്തില്ല, എല്ലാണോ അതേപോലെ തന്നെ തിരിച്ചോടുകയാണ്. വല്ല കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും തിരിച്ച് ഇതിനകത്തേക്ക് ഓടിക്കയറിയിട്ട് മുകളിലത്തെ റൂമിലേക്ക് ഓടിപ്പോകുന്നതും ഈ ഒരു ഗേറ്റ് അടയ്ക്കാൻ മറന്നുപോയി. അതിനു മുന്നേ തന്നെ ഈ ഒരു പാമ്പ് അകത്തേക്ക് വരുന്നു. ആ ഒരു സമയത്താണ് റിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹീറോയിൻ്റെ ആ ഒരു കൂട്ടുകാരിയുണ്ട്, അവള് ഇതിനകത്താകെ ക്ഷീണിച്ചിരിക്കുകയാണ്, അവളെ കൊണ്ട് ഓടാൻ പോലും കഴിയത്തില്ല. ഇപ്പം ആ ഒരു പാമ്പ് വന്ന് ആ ഒരു പെണ്ണിനെ അങ്ങനെ പിടിച്ചിട്ട് അവളെ കൊല്ലാൻ ശ്രമിക്കുന്നതും ഹീറോയിൻ അവളെ രക്ഷിക്കാനായിട്ട് പോകാനായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഹീറോ അതിനെ സമ്മതിക്കാതെ അവളെ വലിച്ചെടുത്തുകൊണ്ട് പോകുമ്പോൾ ആ ഒരു പെണ്ണിനെ ഈ ഒരു പാമ്പ് കൊന്നു. അങ്ങനെ എല്ലാവരും ഓടി ഒരിടത്തേക്ക് വന്നിട്ട് പേടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഹീറോയിന് പുറകെ വന്ന് നോക്കുമ്പോൾ ആ ഒരു വശത്തും ഒരുപാട് പെണ്ണുങ്ങളെ ഈ ഒരു പാമ്പുകളെല്ലാം കൂടി ചേർന്ന് കൊന്നിട്ടേക്കുന്നു. ഓക്കെ, ഇവിടെ നിന്നിട്ടും കാര്യമില്ല എന്ന് പറയുമ്പോൾ ഈ ഒരു വലിയ പാമ്പ് ഇപ്പോൾ മുകളിലേക്ക് കയറി വരുന്നതും എല്ലാവരും അവിടെ നിന്ന് ഓടി അടുത്തൊരു മുറിക്കകത്തേക്ക് കയറും. എന്നിട്ട് അതിൻ്റെ ഡോർ അടയ്ക്കാനായിട്ട് വരുമ്പോൾ ഒരു പാമ്പ് അതിനുള്ളിലേക്ക് തലയിടാനായിട്ട് വരുന്നുണ്ട്. പക്ഷെ അതിന് മുന്നേ തന്നെ ഇവർ ഡോർ അങ്ങടയ്ക്കും. എന്നിട്ട് ആ ഒരു റൂമിൽ നമ്മുടെ ഹീറോയും അവൻ്റെ മാമനും കൂടി ചേർന്ന് ആ ഒരു ഡോർ തള്ളിപ്പിടിച്ച് നിൽക്കുന്ന സമയത്ത് ബാക്കിയുള്ളവർ പെട്ടെന്ന് കർട്ടനും ആ റൂമിലുള്ള ബെഡ്ഷീറ്റ് ഇതെല്ലാം കൂട്ടിക്കെട്ടി അതൊരു കയറാക്കി താഴേക്കിട്ട് അതിൽ പിടിച്ച് ഓരോരുത്തരായിട്ട് താഴേക്കിറങ്ങാണ്. അങ്ങനെ എല്ലാവരും താഴേക്കിറങ്ങുന്ന സമയത്ത് നമ്മുടെ ഹീറോ മാത്രമേ ഇവരെ ഡോറിൽ പിടിച്ച് നിന്നിട്ട് എല്ലാവരെയും താഴേക്കിറക്കും. അവസാനം ഈ ഒരു പാമ്പ് ഡോറിടിച്ച് തുറക്കുന്നതും ഹീറോ ഓടി വന്ന ഒരു ഒറ്റച്ചാട്ടം കയറിൽ പിടിക്കത്തില്ല, പക്ഷെ നേരെ താഴേക്ക് വന്നിട്ട് അതിനു മുന്നേ തന്നെ ഇവരെല്ലാവരും കൂടി ചേർന്ന് ഹീറോയെ അങ്ങ് പിടിക്കും. അപ്പോൾ ഈ ഒരു പാമ്പ് വീണ്ടും ആ ജനാല വഴി താഴേക്കിറങ്ങി വരുമ്പോൾ ഇവർ അവിടെ നിന്ന് ഓടി അടുത്തൊരു ബിൽഡിങ്ങിലേക്ക് കയറിയിട്ട് അവിടുത്തെ ഗേറ്റ് അങ്ങ് ഇടുന്നതും ഈ ഒരു പാമ്പിന് ഇപ്പോൾ ഉള്ളിലേക്ക് വരാൻ കഴിയത്തില്ല. ഉള്ളിലേക്ക് വന്ന ഉടനെ തന്നെ ഹീറോ ആദ്യം ആ ഒരു കാമുകനെ പിടിച്ചിട്ട് നീ കാരണം ഇപ്പോൾ എത്ര പേര് മരിച്ചെന്നറിയുമെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു കാമുകൻ പറയും, അപ്പോൾ നിങ്ങൾ ചെയ്തില്ലേ,
അവളുടെ കൂട്ടുകാരിയെ ആ ഒരു പാമ്പ് പിടിച്ചപ്പോൾ നിങ്ങൾ അവളെ രക്ഷിക്കാതല്ലേ വന്നേ? ഒരു ഫ്ലൈറ്റ് അറ്റൻഡർ ആയിട്ട് സ്വന്തം സുഹൃത്തിനെ പോലെ നിന്നെ കൂടെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നെല്ലാം പറഞ്ഞ് ഹീറോയിനെ വഴക്ക് പറയുമ്പോൾ ഹീറോയിൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് ഒരു ഒന്നൊന്നര സ്പീച്ച് ഉണ്ട്. അത് ഈ ഒരു ഫ്ലൈറ്റ് അറ്റൻഡർമാരെ പറ്റിയാണ്. വെറുതെ മറ്റുള്ളവർക്ക് ഫുഡ് കൊണ്ടു കൊടുക്കുക, അവരെ നോക്കുക, ഇത് മാത്രമല്ല ഒരു ഫ്ലൈറ്റ് അറ്റൻഡർ ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരെയും സംരക്ഷിക്കേണ്ട ചുമതലയും ഞങ്ങൾക്കാണ് എന്നുള്ള രീതിയിൽ നല്ലൊരു മോട്ടിവേഷൻ സ്പീച്ച് അങ്ങ് കൊടുക്കും. അങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് വീണ്ടും ഈ ഒരു പാമ്പ് ഇതിനകത്തേക്ക് ജനാലയം തകർത്ത് കയറി വരുന്നു. അതിന് വെയിറ്റ് ചെയ്യാൻ നിൽക്കത്തില്ല, ഇതിന് ഡോർ ഇറക്കാനൊന്നും സമയമില്ല എന്നും പറഞ്ഞിട്ട് ജനാലയം പൊട്ടിച്ച് അകത്തേക്ക് വരുന്നതും ഇവർ അവിടെ നിന്നും അടുത്തൊരു ഫ്രീസിങ് റൂമുണ്ട്, അതിനകത്തേക്ക് കയറി ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഈ ഒരു പാമ്പ് അവിടെ വന്ന് എല്ലാവരെയും നോക്കുകയാണ്. പക്ഷെ അവരെ ഒളിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ പാമ്പ് അവരെ കാണുന്നില്ല. അതുകൊണ്ട് അത് പതിയെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോവും. അങ്ങനെ ഈ ഒരു വലിയ പാമ്പ് പുറത്തേക്ക് പോയിട്ട് ഇവരെല്ലാവരും പതിയെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇപ്പോൾ ചെറിയ പാമ്പുകൾ ഉള്ളിലേക്ക് കയറി വരുന്നു. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്, ഇത് അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോഴാണ് ഹീറോയ്ക്ക് മനസ്സിലാവുന്നത് ഇത് എന്തായാലും ഒരു ഫ്രീസിങ് റൂമാണല്ലോ. പെട്ടെന്ന് ചെന്നിട്ട് ആ ഒരു റൂമിൻ്റെ ടെമ്പറേച്ചർ കുറച്ചുകൂടി ഒന്ന് കുറയ്ക്കുന്നതും ഈ റൂം നല്ലതുപോലെ തണുക്കാൻ തുടങ്ങും. അങ്ങനെ തണുക്കുന്ന സമയത്താണ് ഈ ഒരു പാമ്പുകളെല്ലാം കൂടി ഈ അട്ടചക്രം പോലെ പെട്ടെന്ന് ചുറ്റി ഇങ്ങനെ കിടക്കുകയാണ് തണുപ്പ് കാരണം. അതുകൊണ്ട് നമുക്ക് പതിയെ അനക്കമുണ്ടാക്കാതെ വെളിയിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് ശബ്ദം ഉണ്ടാക്കാതെ വെളിയിലേക്ക് പോകുന്നു. അങ്ങനെ അവരെല്ലാവരും ഇറങ്ങി ഹീറോ പെട്ടെന്ന് തിരിഞ്ഞ് ഹീറോയിനെ നോക്കുമ്പോൾ അവളിപ്പോൾ താഴെ ഇരിക്കുന്നു. അവളുടെ ദേഹം മുഴുവനായിട്ട് ഈ ഒരു പാമ്പുകൾ കയറിയിട്ടുണ്ട്. ഇതെപ്പോൾ സംഭവിച്ചെന്ന് പോലും നമുക്കറിയത്തില്ല. അങ്ങനെ ഹീറോ ആയാലും പതിയെ അവളുടെ ദേഹത്തുള്ള ഓരോ പാമ്പിനെ എടുത്ത് മാറ്റി മാറ്റി ഇങ്ങനെ വെക്കുകയാണ്. ആ ഒരു സമയത്ത് പെട്ടെന്നൊരു പാമ്പ് ചാടി ഹീറോയിനെ കടിക്കാൻ വരുമ്പോൾ ഹീറോ ഇടയ്ക്ക് കയറും, അവന്റെ കഴുത്തിലാണ് കടികൊള്ളുന്നത്. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഹീറോയെ തൂക്കിയെടുത്ത് അവിടെ നിന്നും അടുത്തൊരു മുറിയിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഹീറോയെ എങ്ങനെയും രക്ഷിക്കണമല്ലോ, അവൻ ആകെ ബോധം കിട്ടുപോയി. അപ്പോൾ ഹീറോയിൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവന്റെ മുറിവിൽ നിന്നും ആ ഒരു രക്തം അതിങ്ങനെ വാ കൊണ്ട് കടിച്ച് വലിച്ചെടുത്ത് പുറത്തേക്ക് ഇങ്ങനെ തുപ്പിക്കളയും. അത് കഴിഞ്ഞ് എന്തോ ഒരു മരുന്നെല്ലാം കൊണ്ടുവന്ന് കുത്തിവെച്ച് കുറച്ച് കഴിയുമ്പോൾ ഹീറോയ്ക്ക് കുഴപ്പമൊന്നുമില്ല, അവൻ കണ്ണു തുറക്കുന്നു. എന്നിട്ടാണ് ഇപ്പോൾ ഹീറോ എഴുന്നേറ്റി ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നും പറഞ്ഞിട്ട് ഈ ഒരു സുരക്ഷാ സേന ഉണ്ടല്ലോ അവരെ വിളിച്ച് നോക്കുമ്പോൾ അവർ പറയുന്നു ഇവിടെ വീണ്ടും എന്തോ ട്രാഫിക്കായിട്ട് 5 മണിക്കൂർ ലേറ്റ് ആവും, അതുകൊണ്ട് അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കണമെന്നാണ്. അതെന്തായാലും ഇവർക്ക് കഴിയത്തില്ല, കാരണം ഇത്രയും പേർക്കുള്ള ആഹാരം കണ്ടുപിടിക്കാനോ കഴിയത്തില്ല. അതേപോലെ തന്നെ വിശന്ന് മരിക്കേണ്ടി വരും. അതുകൊണ്ട് വെളിയിലേക്ക് പോകാമെന്ന് ഹീറോ പറയുമ്പോൾ ആ ഒരു കാമുകൻ പറയും അതെങ്ങനെ ശരിയാവും, പാമ്പ് വെളിയിലുണ്ട്, എൻ്റെ വണ്ടിയാണെങ്കിൽ കുറേ ദൂരമാണ് കിടക്കുന്നത് എന്ന് പറയുമ്പോൾ ആ ഒരു സെക്യൂരിറ്റി മാമൻ പറയും മോനെ നമ്മുടെ പെട്രോളിംഗ് വണ്ടി അത് താഴെ കിടപ്പുണ്ട്, അതിലെങ്ങനെയെങ്കിലും ഇവൻ്റെ വണ്ടിയുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാമെന്ന് പറഞ്ഞിട്ട് ഇവരിപ്പോൾ അത്യാവശ്യം ആയുധങ്ങളും കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറയും. അങ്ങനെ ഓരോരുത്തരായിട്ട് അത് എടുക്കുന്ന സമയത്താണ് ഈ ഒരു കാമുകൻ ഒരു സിറിഞ്ച് മാത്രം പതിയെ എടുത്ത് അവൻ്റെ പോക്കറ്റിലേക്ക് വെക്കും. ഇത് ഇവിടെയുള്ള കൂട്ടത്തിൽ ഒരു പെണ്ണിങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാമുകനായാലും അവളെ കാണുമ്പോൾ അവൾ പെട്ടെന്ന് അവനെ കണ്ണ് കാണിച്ച് അടുത്തൊരു റൂമിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്, ക്ലാസ് റൂമിലേക്ക്. അവിടെ ചെല്ലുമ്പോഴത്തേക്കാണ് അവൾ പറയുന്നത് നീ ആ ഒരു സിറിഞ്ച് എടുത്തത് ഞാൻ കണ്ടു, പക്ഷേ വേറെ ആരോടും ഞാൻ പറയാൻ പോകുന്നില്ല. കാരണം എന്താണെന്നറിയോ, എനിക്ക് നിന്നെ അത്ര ഇഷ്ടമാണ്, നീ നമ്മുടെ വില്ലിയാണ് സ്നേഹിക്കുന്നത്, പക്ഷെ എന്ത് കണ്ടിട്ടാണെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഞാൻ നിനക്കുള്ളതാണെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കാനായിട്ട് വരുന്നതും വില്ലി ഈ ഒരു കാര്യം കാണുകയും ചെയ്തു. അങ്ങനെ അവൾ വന്ന് ഇവളെ വഴക്ക് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അടിയുണ്ടാക്കുന്ന സമയത്താണ് ആ ഒരു വില്ലിയുടെ സുഹൃത്ത് പറയും നിനക്ക് എത്ര ധൈര്യമുണ്ട് എന്നെ അടിക്കാനായിട്ട്, നീ ഒരു നല്ല സുഹൃത്തല്ല എന്നെല്ലാം പറയുമ്പോൾ ആ ഒരു ജനാലയുടെ പുറത്ത് ഈ ഒരു പാമ്പ് വന്ന് എത്തി നോക്കുകയാണ്. അല്ലെങ്കിൽ ഈ ഒരു പെണ്ണുങ്ങൾ അടിയുണ്ടാക്കുമ്പോഴത്തേക്ക് എത്തി നോക്കുന്നത് എല്ലാ പാമ്പുകളുടെ ഒരു സ്വഭാവമാണ്. ആ ഒരു സമയത്ത് നമ്മുടെ വില്ലി ഈ ഒരു സുഹൃത്തിനെ പിടിച്ചൊരു ഒറ്റത്താളില് കറക്റ്റ് ആ ഒരു പാമ്പിന്റെ വായിലേക്ക് അവളെ അങ്ങ് കൊണ്ടുപോകുന്നു. അടുത്തത് നീ എന്നും പറഞ്ഞ ആ ഒരു പാമ്പ് വില്ലിയെ പിടിക്കാൻ വരുമ്പോൾ വില്ലി ജീവനെ കൊണ്ട് ഓടാൻ തുടങ്ങാണ്. വില്ലിയുടെ പുറകെ തന്നെ വരുന്നുണ്ട് ആ ഒരു പാമ്പ്. അങ്ങനെ വില്ലി ഓടി നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട് അതിന്റെ പുറകെ ഉണ്ടെന്ന് പറയുന്നതും ഇതങ്ങനെ വരുന്ന കണ്ട് എല്ലാവരും ഓടും. എന്നിട്ടൊരു സ്റ്റെപ്പ് വഴി താഴേക്ക് ഇറങ്ങി പോകുമ്പോൾ ഈ ഒരു പാമ്പിന് ആ ഒരു ഗ്യാപ്പിലൂടെ താഴേക്ക് ഇറങ്ങാനായിട്ട് കഴിയത്തില്ല, അത്രയും വലുതാണ്. അപ്പോഴേക്കും തന്നെ ഇവരെല്ലാവരും താഴേക്ക് വന്നിട്ട് നമ്മുടെ മാമൻ പറഞ്ഞതുപോലെ ഇത്രയും പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ആ ഒരു ചെറിയ വണ്ടിയുണ്ട്, അതും എടുത്ത് അതിനകത്ത് കയറി എല്ലാവരും ഇങ്ങനെ പോവും. പാമ്പ് ഇപ്പോഴും പുറകെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് ദൂരം ഓടിച്ച് പോകുന്നതും പെട്ടെന്ന് ഒരിടത്ത് ഇതങ്ങ് സ്റ്റോപ്പായി നിൽക്കുകയാണ്, എന്ത് സംഭവിച്ചെന്നറിയത്തില്ല. അങ്ങനെ എല്ലാവരും വീണ്ടും വണ്ടിയിൽ നിന്നിറങ്ങി അവിടെ നിന്ന് ഓടുന്ന സമയത്ത് ഇതിലൊരു പെണ്ണ് താഴെ വീഴുന്നു. പറയണ്ടല്ലോ, ആ ഒരു പാമ്പ് പുറകെ തന്നെ വന്നിട്ട് അവളെയും തിന്ന്. അത് കഴിഞ്ഞിട്ട് ഇവരുടെ പുറകെ വരുമ്പോൾ ഇവരെല്ലാവരും ഓടി ഇപ്പൊ ആ ഒരു കാമുകന്റെ വണ്ടിയുടെ അടുത്തേക്ക് വരികയാണ്. ഇവിടെയാണ് ഒരു ടെസ്റ്റ്. ഇവൻ പറഞ്ഞതുപോലെ അത് 7 സീറ്റുള്ള വണ്ടിയൊന്നുമല്ല, ഒരു ചെറിയ കാറ്. ഇത് കാണുമ്പോൾ ഹീറോ പെട്ടെന്ന് ഇതാണോടാ നീ പറഞ്ഞ വണ്ടി എന്ന് പറഞ്ഞിട്ട് അവനെ നല്ലതുപോലെ അടിക്കാൻ തുടങ്ങും. അപ്പോൾ ഇവർ രണ്ടുപേരും വഴക്കിടുമ്പോൾ ആ വില്ലി ഉണ്ടല്ലോ അവള് കീയും വാങ്ങിയിട്ട് നേരെ ആ ഒരു കാർ എടുത്ത് പോകാനായിട്ട് വരുമ്പോൾ ആ ഒരു കാമുകൻ പറയുന്നുണ്ട് പ്ലീസ് എന്നെ കൂടി കൊണ്ടുപോ, അങ്ങനെയാണെങ്കിലേ നിനക്ക് ഞാൻ എൻ്റെ ഒരു വീട് മൊത്തമായിട്ട് തരാമെന്ന് പറയുന്നതും വില്ലി ഇത് കേട്ട് നമ്മുടെ ഹീറോയെ വന്ന് അടിച്ചു കളഞ്ഞിട്ട് കാമുകനെ പിടിച്ചുകൂടി കാറിനടുത്തേക്ക് വരുന്നതും അവിടെ വന്ന് നിൽക്കുന്നു ആ ഒരു പാമ്പ്.
അപ്പോൾ രണ്ടുപേരും പേടിച്ച് നിൽക്കുമ്പോൾ ഈ ഒരു കാമുകൻ നമ്മുടെ വില്ലിയെ തള്ളി ആ പാമ്പിന്റെ മുന്നിലേക്ക് ഇട്ടിട്ട് അവൻ കാറിലേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ വില്ലിയെ ആ ഒരു പാമ്പ് വന്ന് കടിച്ചങ്ങ് തിന്നുന്നു. അവൾക്ക് അത് ആവശ്യമായിരുന്നു. ആ ഒരു സമയത്ത് നമ്മുടെ സെക്യൂരിറ്റി മാമൻ അവിടെ കിടന്നിട്ട് ഡ്രോൺ ഇങ്ങനെ കാണുന്നുണ്ട്. ആ ഒരു ഡ്രോണും എടുത്ത് അവിടെ നിന്ന് ഓടുന്നതും ഇവിടെ ഒരു കാമുകൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ കഴിയുന്നില്ല. അതിനു മുന്നേ തന്നെ നമ്മുടെ കാമുകനെയും ആ ഒരു പാമ്പ് തിന്നുന്നു. അപ്പോൾ രണ്ടുപേർക്കും പാമ്പിന്റെ വയറിൽ ചെന്നിട്ട് കണ്ടുമുട്ടാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഹീറോയിൻ ബാക്കിയുള്ള പെണ്ണുങ്ങളെല്ലാവരും ഓടി ഓടി അവസാനം ക്ഷീണിച്ചവരടുത്തേക്ക് വന്നിരിക്കുന്നു. ആ ഒരു സമയത്ത് ഈ പാമ്പ് പുറകെ വന്ന് ഇവരുടെ മുകളിലേക്ക് വന്നിട്ട് കടിക്കാനായിട്ട് ഇങ്ങനെ വരുന്നതും പെട്ടെന്ന് ഈ പാമ്പിന്റെ മുകളിലേക്ക് ഈ ക്രാക്കേഴ്സ് ഉണ്ടല്ലോ അത് വന്നിങ്ങനെ കൊള്ളുകയാണ്. വേറൊന്നുമല്ല, നമ്മുടെ സെക്യൂരിറ്റി മാമൻ ആ ഒരു ഡ്രോണിൽ ഈ ഒരു ഫയർ ക്രാക്കേഴ്സ് എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ട് അത് വെച്ച് ഈ പാമ്പിനെ ഷൂട്ട് ചെയ്യുന്നു. നടക്കുന്ന കാര്യം വല്ലതുമാണോ? പക്ഷെ കാണുന്ന നിങ്ങളെല്ലാവരും ഇത് വിശ്വസിച്ചേ പറ്റൂ. ഈ ഒരു മൂവിയിൽ അങ്ങനെ ഒരു സീനുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, മാമ നീ ഒരിക്കലും അത് ചെയ്യരുത്, അത് നിന്നെ അറ്റാക്ക് ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മുടെ മാമൻ പറയും, ഇല്ല മോനെ കുഴപ്പമില്ല, എനിക്കൊരു സൂപ്പർ ഹീറോ ആവണം, നിങ്ങളെല്ലാവരും എനിക്ക് രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു മാമൻ പാമ്പിനെയും കൊണ്ട് മറ്റൊരു വശത്തേക്ക് ഓടും. അങ്ങനെ ഹീറോ ആയാലും ഇതെല്ലാം കണ്ട് അലറി വിളിച്ച് കരയുന്നതും ഇവരെല്ലാവരും ഹീറോയെ പിടിച്ച് അടുത്തുള്ളൊരു ഗോഡൌണിനകത്തേക്ക് ഇങ്ങനെ കയറാണ്. അതിനകത്ത് ചെന്നിട്ട് ഹീറോ ഇരുന്ന് കരയുമ്പോൾ ഹീറോയും പറയും, നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? നിന്റെ മാമൻ ആഗ്രഹിച്ചത് ഒരിക്കലും ഇങ്ങനെയല്ല, നീ നല്ല രീതിയിൽ നിന്റെ ജോലി ചെയ്യണമെന്നാണ്, അതുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് കരയരുതെന്ന് പറഞ്ഞിട്ട് ഹീറോയ്ക്കൊരു മോട്ടിവേഷൻ കൊടുക്കുമ്പോൾ ഇത് കേട്ട ഹീറോ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഓക്കെ നമുക്കതിനെ അറ്റാക്ക് ചെയ്യാം എന്നും പറഞ്ഞ് ആവശ്യമുള്ള ആയുധങ്ങളെല്ലാം എടുക്കാൻ പറയും. അങ്ങനെ ഒരുപാട് ആയുധങ്ങൾ എടുക്കുമ്പോഴത്തേക്കാണ് ഇതിനകത്ത് ഈ ഒരു വാർഷികത്തോടനുബന്ധിച്ച് പൊട്ടിക്കാൻ വെച്ചിരുന്ന ക്രാക്കേഴ്സ് ഉണ്ടല്ലോ അതെല്ലാം ഒരുപാട് ഇരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ഇവരൊരു സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം എടുത്തു വെച്ച് ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കും ഇവരെല്ലാവരും വെളിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഈ ക്രാക്കേഴ്സ് എല്ലാം ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഒരു തോക്ക് പോലെയെല്ലാം ആക്കിയിട്ട് ഹീറോ നേരെ ആ ഒരു സ്റ്റേജിലേക്ക് ചെന്ന് ഒരു ഫ്ലെയർ ഗൺ എടുത്ത് ഇങ്ങനെ ഷൂട്ട് ചെയ്യും. അപ്പോൾ ഇത് കണ്ട ആ ഒരു പാമ്പ് ഈ സ്റ്റേജിനടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ഹീറോയുടെ മുന്നിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഇവരെല്ലാവരും ചുറ്റിന് നിന്ന് ആ ഒരു ക്രാക്കേഴ്സ് ഉണ്ടല്ലോ അത് വെച്ച് ഈ ഒരു പാമ്പിനെ അങ്ങനെ ഷൂട്ട് ചെയ്യുന്നു. എല്ലാവരും ചുറ്റിന് നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ പാമ്പ് വേദന കാരണം ഡാൻസ് കളിക്കുകയാണ്. പറയുന്നത് എനിക്ക് ഡാൻസ്, പാവ അതിന് വേദന. അങ്ങനെ ഈ ഒരു പാമ്പായാലും കുറേ നേരം കിടന്നിട്ട് പുളകം കൊണ്ട് അവസാനം നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് വന്ന് അവളെ വാലുകൊണ്ട് ഒരു ഒറ്റയടി അവളെ അടിച്ചു കളയുന്നതും ഹീറോ അടുത്തേക്ക് വരുമ്പോൾ അവനെയും അടിച്ചങ്ങ് കളയാണ്. അത് കഴിഞ്ഞിട്ട് ഈ ബാക്കിയുള്ള പെണ്ണുങ്ങളുണ്ടല്ലോ അവരെല്ലാവരും അടിച്ച് കളയുന്നതും ഇപ്പോൾ ഹീറോ മറ്റൊരിടത്ത് നിന്ന് ഓടി വന്ന് ഇതിനെ ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് അവസാനം ഒരു ബോക്സ് ഉൾപ്പെടെ എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ വായിലേക്ക് ഒരു ഒറ്റ ഏറ്. ഇപ്പോൾ ഈ ഒരു ക്രാക്കേഴ്സ് എല്ലാം കൂടി അതിൻ്റെ വായിനകത്ത് കിടന്ന് പൊട്ടുകയാണ്. അങ്ങനെ എല്ലാവരും ചുറ്റിന് നിന്ന് ഒരുപാട് നേരം അതിനെ ഷൂട്ട് ചെയ്ത് അവസാനം ഈ ഒരു പാമ്പ് ഓക്കേടാ മതിയായി ഞാൻ കീഴടങ്ങി എന്ന് പറഞ്ഞിട്ട് പാമ്പ് അവിടെ ചത്തു വീഴുന്നതും ഇതിലൊരു പെണ്ണ് ഓക്കെ ഇത്രയല്ലോ ഇതിനെയൊക്കെ കൊല്ലാനായിട്ട് എന്നും പറഞ്ഞ് അതിൻ്റെ മുന്നിലേക്ക് ചെന്ന് അങ്ങനെ നിന്ന് അതിനെ കളിയാക്കും. അപ്പോഴേക്കും പെട്ടെന്ന് ഈ ഒരു പാമ്പ് വായും തുറന്ന് ആ ഒരു പെണ്ണിനെ കടിച്ചങ്ങെടുക്കുന്നതും ഇതിപ്പോഴും ചത്തില്ലേന്നും പറഞ്ഞ് ഇവർ വീണ്ടും ചുറ്റിന് നിന്നങ്ങനെ ഷൂട്ട് ചെയ്യുന്നു. എത്ര ഷൂട്ട് ചെയ്തിട്ടും അതിപ്പോൾ ഓരോരുത്തരായിട്ട് അടിച്ചിട്ടിട്ട് അവസാനം നമ്മുടെ ഹീറോയിനെ തിന്നാനായിട്ട് വരുമ്പോഴത്തേക്കും ഇത് കണ്ട ഹീറോ ഓടി വന്ന് ഒരു കമ്പി എടുത്ത് ചാടി വന്ന് അതിൻ്റെ തലയിലേക്ക് ഒരു ഒറ്റക്കുത്ത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ തൂങ്ങിക്കിടന്ന് കുറേ ആക്രമണം കാണിക്കുന്നുണ്ട്. എന്നാലും അത് ചാവുന്നില്ല. അത് കഴിഞ്ഞ് ഹീറോയുടെ പുറകെ അത് ഫോളോ ചെയ്ത് പോകുമ്പോൾ ഹീറോ ഇപ്പോൾ ഓടിച്ചെന്ന് ആ ഒരു സ്റ്റേജിന് മുകളിലേക്ക് കയറിയിട്ട് അവിടെ എന്തോ കത്തിപ്പിടിക്കുന്ന ലിക്വിഡ് മുകളിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടി വലിച്ച് താഴേക്കിടും. അപ്പോൾ ഈ ഒരു പാമ്പിൻ്റെ ദേഹത്ത് അതെല്ലാം കൂടി വീണു. ഹീറോയുടെ ദേഹത്ത് വീണിട്ടുണ്ട്. എന്നിട്ടാണ് ഹീറോ ഇപ്പോൾ ഹീറോയിനോട് പറയുന്നത് അതങ്ങ് കത്തിക്കാൻ പറയുമ്പോൾ ഹീറോയും പറയും ഇല്ല അത് കത്തിച്ചു കഴിഞ്ഞാൽ നീയും മരിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ വേറെ വഴിയില്ലല്ലോ അത് ചെയ്യാനായിട്ട് അവനിങ്ങനെ ആവശ്യപ്പെടുമ്പോൾ വേറെ വഴിയില്ലാതെ ഹീറോയിൻ അതങ്ങ് കത്തിച്ചു കൊടുക്കുന്നതും ഈ ഒരു പാമ്പ് അങ്ങനെ നമ്മുടെ ഹീറോയെ പിടിച്ചങ്ങ് വീഴുങ്ങും. അങ്ങനെ ഈ ഒരു പാമ്പിന്റെ ദേഹം മുഴുവനായിട്ടും ഇപ്പോൾ തീ പിടിച്ച് കത്തുകയാണ്. അങ്ങനെ കത്തി ഒരുപാട് നേരം ആ ഒരു പാമ്പ് അവിടെ കിടന്ന് കത്തിയിട്ട് അവസാനം അതിപ്പോൾ പൂർണ്ണമായിട്ടും ചത്ത് താഴേക്ക് വീഴുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ ആ ഒരു പാമ്പിന്റെ വായും തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. അവൻ മരിച്ചിട്ടില്ല. അങ്ങനെ വെളിയിലേക്ക് വരുമ്പോൾ ഹീറോയിൻ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോഴാണ് ഹീറോ പറയുന്നത് ഓ അപ്പോൾ എന്നോട് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നല്ലേ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയുടെ മാമനുണ്ടല്ലോ പുള്ളിക്കാരനെ ഇവിടേക്ക് വരുന്നു. അയാൾക്കൊന്നും സംഭവിച്ചില്ല. അങ്ങനെ എല്ലാം ഇപ്പോൾ ശുഭമായി. അത് കഴിഞ്ഞ അടുത്ത ദിവസം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയ ആ ഒരു ടീച്ചറൊക്കെ ഉണ്ടല്ലോ അവരെല്ലാവരും തിരിച്ചു വരുന്നുണ്ട്. അവർക്കും വേറെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ മാത്രമേ ആ ഒരു പാമ്പ് ഒരുപാട് പേര് തിന്നിട്ടുള്ളൂ. അങ്ങനെ എല്ലാം നല്ല സന്തോഷത്തോടെ തന്നെ അവസാനിക്കുന്നതും ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലോജിക്ക് നോക്കാതെ ഈ ഒരു മൂവി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.